वो बोल रहे थे कि एबॉर्शन कर लो, बट मैं एबॉर्शन नहीं करना चाहती। तो बट मेरे दिमाग में वो नहीं था, मैं अपना बेबी 4 മാസമാണ് ആയപ്പോഴാണ് ഇവൾ ഗർഭിണിയാണെന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ അവർ ഹസ്ബൻഡും അമ്മയും ആ കുഞ്ഞിനെ വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് അവളെ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ദിവസം അവർ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവർ ഷെൽട്ടർ തരാം, പക്ഷേ കൊച്ചിനെ കൊടുക്കണമെന്നാണ്. ഇവർ എഗ്രിമെൻ്റ് സൈൻ ചെയ്യാൻ പറഞ്ഞു. 3 ലക്ഷം രൂപ തരും, അപ്പോൾ കൊച്ചിനെ കൊടുക്കണമെന്ന്. അപ്പോൾ എഗ്രിമെൻ്റ് സൈൻ ചെയ്താൽ കൊച്ചിനെ കൊടുക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു. അപ്പോൾ 6 പേരും 2 പിള്ളേരും ഉണ്ട് അവിടെ. പിള്ളേർ സ്കൂളിലൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞു. 6-7 വയസ്സുള്ള 2 കുട്ടികളുണ്ട്. അവർ സ്കൂളിലൊന്നും പോകുന്നില്ലെന്നാണ് പറഞ്ഞു. 10 വീട്ടുകാർ ഗർഭിണിയാണ്, അത് അബോർട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഒരു കാരണമുണ്ട്. മലയാളിയായിട്ട് തന്നെ മുടി ചെയ്യാനെല്ലാം പറഞ്ഞ് അവർ നിർബന്ധിക്കുന്നുണ്ടെന്നാണ്. അത് ഇവിടെ കൊണ്ട് അഡ്മിറ്റ് ആക്കുന്ന ഇവർ ആർക്കാണോ അഡോപ്ഷൻ കൊടുക്കാൻ പോകുന്ന അവരുടെ അഡ്രസ്സിലായിരിക്കാം ഇവരെ കൊണ്ട് അഡ്മിറ്റ് ആക്കുന്നത്. നമസ്കാരം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗർഭിണികളായ യുവതികളെ എത്തിച്ച് പ്രസവശേഷം നവജാത ശിശുക്കളെ മറിച്ചു വിൽക്കുന്ന സംഘം കോട്ടയത്ത് പിടിയിൽ. ഈരാറ്റുപേട്ട തീക്കോയിലുള്ള ഒരു വീട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സംഘത്തിൻ്റെ പിടിയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട അസം സ്വദേശിനിയായ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിലാണ് ഈ സംഘത്തെക്കുറിച്ച് നിർണായകമായ വിവരം ലഭിക്കുന്നത്. ഈ പെൺകുട്ടി ഇപ്പോൾ കോട്ടയത്തുള്ള സാന്ത്വനം പരിപാലന കേന്ദ്രത്തിൽ കഴിയുകയാണ്. ശിശുക്ഷേമ വികസന വകുപ്പ് ഉൾപ്പെടെ പെൺകുട്ടിയിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസം സ്വദേശിനിയായ പെൺകുട്ടി ഗർഭിണിയായതിനെ തുടർന്ന് ഭർത്തൃ വീട്ടുകാർ ഉപേക്ഷിക്കുകയായിരുന്നു. അതേ തുടർന്ന് ഒരു NGOയുമായി ബന്ധപ്പെടുകയും ഒരു വ്യാജ NGOയെ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെടുകയും അങ്ങനെ അവരാണ് ഈ പെൺകുട്ടിയെ ഡൽഹിയിൽ നിന്നും കോട്ടയത്ത് ട്രെയിൻ മാർഗം എത്തിക്കുകയും പിന്നീട് ഈരാറ്റുപേട്ടയിലെ തീക്കയിലുള്ള അജ്ഞാത സംഘത്തിൻ്റെ പിടിയിൽ ആകുകയും ചെയ്തത്. ഇപ്പോൾ ഈ സംഭവത്തിൽ അതായത് കുഞ്ഞുങ്ങളെ വിൽക്കുന്ന വലിയ മാഫിയ തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇപ്പോൾ 2 പേർ ഈ സംഭവത്തിൽ പിടിയിലായിരിക്കുകയാണ്. ഈ പെൺകുട്ടി ഇപ്പോൾ സുരക്ഷിതമായി കോട്ടയത്തെ ഒരു സാന്ത്വന പരിപാലന കേന്ദ്രത്തിൽ കഴിയുകയാണ്. वो बोल रहे थे कि एबॉर्शन कर लो, बट मैं एबॉर्शन नहीं करना चाहती। तो मैं शेल्टर होम ढूंढ रही थी, तभी मुझे ये मतलब अकाउंट से मैसेज आया कि आपको अगर प्रॉब्लम है तो मैसेज करो। तो मैंने मैसेज किया उन पे, तो उन्होंने मतलब बोला ऐसे ऐसे कोट्टयम आ जाओ आप, यहाँ पे हम आपका टेक केयर करेंगे और आपको उस टाइम पे उन्होंने पैसा ऑफ़र किया, बट मैंने मतलब वो सब ध्यान नहीं दिया। मैंने समझा मैं आऊँगी बेबी डिलीवर करके, मैं अपना बेबी लेकर चली जाऊँगी। 3 लाख ऑफ़र किया, बट मेरे दिमाग में वो नहीं था, मैं अपना बेबी डिलीवर करके अपने साथ ही ले जाऊँगी। जस्ट यहाँ पे एक शेल्टर रहेगा मेरे ऊपर, वो मैंने सोचा था। तो आई, यहाँ पे आने के बाद और भी 2 लड़कियाँ थी वहाँ पे। तो 2 लड़कियाँ थी, तो मैंने उनसे पूछा क्या क्या, उन्होंने बोला ऐसा ऐसा हमें डिलीवर, हाँ उनको एक प्रेग्नेंट थी और एक डिलीवर हो चुकी थी, एक 2 लड़की थी वहाँ पे. ഈ പെൺകുട്ടിയെ ഈരാറ്റുപേട്ട പോലീസ് കൊണ്ടുവന്ന ഇവിടെ പിന്നെ അന്ന് വൈകുന്നേരം ഒരു 6 മണിയോടെ ഇവിടെ എത്തിച്ചു. എന്താണ് സംഭവിച്ചത്? അവൾക്ക് 7 മാസം ഗർഭിണിയാണ്. അപ്പോൾ ആസാമിൽ അവളുടെ ഹസ്ബൻഡുണ്ട്, ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ട്, ആദ്യത്തെ കുട്ടിയുണ്ട്. ആ കുട്ടിക്കിപ്പം 1.5 വയസ്സായതേ ഉള്ളൂ. അപ്പോൾ ഉടനെ അവൾ ഗർഭിണിയായി 4 മാസമാണ് ആയപ്പോഴാണ് ഇവൾ ഗർഭിണിയാണെന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ അവർ ഹസ്ബൻഡും അമ്മയും ആ കുഞ്ഞിനെ വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് അവളെ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അത് സമ്മതമല്ല, പുള്ളിക്കാരത്തിക്ക് സമ്മതമല്ല. അതുപോലെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയാലും അത് സമ്മതിക്കാത്ത സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അവളുടെ ഒരു കൂട്ടുകാരത്തിൻ്റെ വീട്ടിൽ താമസിക്കുകയായിരുന്നു. അപ്പം അത് കോയമ്പത്തൂർ. ഇവർ കോയമ്പത്തൂരാണ് ഹസ്ബൻഡ് ജോലി. അപ്പോൾ അവർ കോയമ്പത്തൂരായിരുന്നു ലാസ്റ്റ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്നു. അപ്പം കൂട്ടുകാരത്തിൻ്റെ വീട്ടിൽ നിന്ന് പിന്നീട് 1 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകുമെന്ന് ഓർത്ത് അവൾ പിന്നെ ഡൽഹിയിൽ അവളുടെ അപ്പൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകളെന്നാണ് പറഞ്ഞത്, സംഗീത റാവത്ത് എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ വീട്ടിൽ പോയി. അവരോട് ഈ പ്രോബ്ലം ഒന്നും പറഞ്ഞില്ല. അവിടെ പോയി താമസിച്ചു. അവിടെ താമസിച്ചുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചു, ഏതെങ്കിലും NGO ഉണ്ടെങ്കിൽ ഷെൽട്ടർ ഹോം എനിക്ക് കിട്ടുമോ, ഞാൻ ഇങ്ങനെയൊരു സാഹചര്യത്തിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇട്ടപ്പം ഒരു കൂട്ടർ പ്രൈവറ്റായിട്ട് മെസ്സേജ് അയക്കാൻ പറഞ്ഞു. അതിനകത്ത് ഇട്ടു. അങ്ങനെ അവർ മെസ്സേജ് അയച്ചു, അവിടെ നമ്പർ ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം അവർ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവർ ഷെൽട്ടർ തരാം, പക്ഷേ കൊച്ചിനെ കൊടുക്കണമെന്നാണ്. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു എനിക്ക് അങ്ങനെ ഇപ്പോൾ ഒരു വഴിയില്ലാതിരുന്ന സാഹചര്യത്തിൽ എനിക്ക് പ്രസവം കഴിയുമ്പോൾ കൊച്ചിനെ കൊണ്ട് പോകാം എന്നോർത്ത് ഞാൻ സമ്മതമാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പൈസ അയച്ചു കൊടുത്തു.
ടിക്കറ്റ് എടുത്തെന്നോ മറ്റാ പറഞ്ഞത്. എന്നിട്ട് അത് കഴിഞ്ഞ് പൈസ ചെലവിനുള്ള പൈസ അയച്ചു കൊടുത്തു. അങ്ങനെ അവൾ ട്രെയിനിന് കോട്ടയത്ത് വന്നു. കോട്ടയത്ത് നിന്ന് ഈരാറ്റുപേട്ട ബസ് കയറാൻ പറഞ്ഞു, ഓട്ടോ വിളിച്ച്. അങ്ങനെ ഈരാറ്റുപേട്ട ബസ്സിൽ പൈസ കൊടുക്കാതെ കയറിയെന്നാണ് പറഞ്ഞത്. ഈരാറ്റുപേട്ട ബസ്സിൽ കയറി ഈരാറ്റുപേട്ട ഇറങ്ങി. അവിടെ ഓട്ടോയിൽ വന്ന് അവർ കൊണ്ടുപോയി തീക്കോയി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. എത്ര ദിവസത്തോളം താമസിച്ചത്? 10 ദിവസം. അവിടെ ചെന്ന് അവർക്ക് മുറിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം ഇവർ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ പറഞ്ഞു. 3 ലക്ഷം രൂപ തരും, അപ്പോൾ കൊച്ചിനെ കൊടുക്കണമെന്ന്. അപ്പോൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്താൽ കൊച്ചിനെ കൊടുക്കാൻ പ്ലാനില്ലായിരുന്നു. അപ്പോൾ അവർക്ക് പേടിയായി. പിന്നെ അവിടെ ഒരു ഫയൽ കണ്ടതിനകത്ത് ഒത്തിരി സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയൊക്കെ ഫോട്ടോ ഉണ്ട്. അതൊക്കെ അവരൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളതാണെന്ന് അങ്ങനെ അവർ കൊടുക്കുമെന്നൊക്കെയുള്ള തോന്നൽ വന്നപ്പോൾ അവർക്ക് പേടിയായി. പിന്നെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ തയ്യാറാകാതെ വന്നൊരു സാഹചര്യത്തിൽ അവരടിച്ചു, ഇവിടെ ഉപദ്രവിച്ചു, ചവിട്ടുകയൊക്കെ ചെയ്തു. അങ്ങനെ വന്നപ്പോൾ അവൾ കാറിക്കൂവി. പിന്നെ പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങി. അന്നേരം അവർ പിന്നെ ബാഗും എല്ലാം എടുത്ത് പുറത്തിട്ട് കൊടുത്തെന്നാണ് പറഞ്ഞത്. എത്ര പേര് ഉണ്ടായിരുന്നു? അവർ 6 പേരും 2 പിള്ളേരും ഉണ്ട് അവിടെ. പിള്ളേർ സ്കൂളിലൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞു. 6-7 വയസ്സുള്ള 2 കുട്ടികളുണ്ട്. ഒരു സ്കൂളിലൊന്നും പോകുന്നില്ലെന്നാണ് പറഞ്ഞത്. ഫാമിലിയാണെന്നാണ് പറയുന്നത്. അപ്പനും അമ്മയും പുള്ളിക്കാരത്തി പറയുന്നത് അത് അപ്പനും അമ്മയും ആയിരിക്കും. പക്ഷേ മറ്റേ 4 ചെറുപ്പക്കാർ അവർ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടുമായിട്ടാണ് പുള്ളിക്കാരത്തിക്ക് തോന്നിയെന്ന്. ഇവർ രക്ഷപ്പെട്ട് പുറത്തിറങ്ങിയില്ല. അങ്ങനെ പുറത്തിറങ്ങി ഇവർ വഴി വന്നെന്ന് കാറി. അപ്പോൾ കുറേ സ്ത്രീകളും പിന്നെ അവിടെ ടീച്ചറാ മറ്റേ പോലീസിനെ വിളിച്ചു. അങ്ങനെ പോലീസുകാർ ഇവിടെ കൊണ്ടുവന്നു. പോലീസിനെ മെയിൽ അയച്ചു. ഇവിടെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയ കംപ്ലയിൻറ്റും പിന്നെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് എഴുതി മെയിൽ അയച്ചു. SP-ക്ക് അയച്ചായിരുന്നു എൻ്റെ കോപ്പി. കുട്ടി ഇപ്പം എങ്ങനെയാണ്? ഓക്കെ ആണോ? ഇവിടെ ഹാപ്പിയാണ്. ഇവിടെ വന്ന് ഇപ്പോൾ ഹാപ്പിയാണ് അവൾ. ഇവിടെ തന്നെ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരോ ആരെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിൽ ഞാൻ ഫോണിൽ വിളിച്ചായിരുന്നു, പക്ഷേ അത് എടുത്തില്ല. പക്ഷേ അതേ തുടർന്ന് അയാൾ ഇവിടെ വിളിച്ചപ്പോൾ എടുത്തു. അവൾ കാര്യമെല്ലാം അവനോട് പറഞ്ഞു. അപ്പം ഇത് കഴിയട്ടെന്ന് പറഞ്ഞു. എൻജോയ് തന്നെ നിന്നു നീ, അത് കഴിഞ്ഞ് ഇത് കഴിയുമ്പം ഞാൻ വരാമെന്നുള്ള മറ്റില്ല സംസാരിച്ചതെന്ന് പറഞ്ഞു. പെൺകുട്ടിയുടെ വീട്ടുകാർ അപ്പം മരിച്ചുപോയി. 3 വർഷം മുമ്പ് മരിച്ചുപോയി. പിന്നെ അമ്മ കുഞ്ഞിലെ മരിച്ചു പോയതാണ്. പിന്നെ സ്റ്റെപ്പ് മദറാണ് ഉള്ളത്. പിന്നെ അപ്പം മരിച്ചപ്പോൾ പോലും ആങ്ങളെയുള്ള ആൾ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. കാരണം അപ്പൻ ഈ വസ്തു 5 ഏക്കർ വീതം 2 പേർക്കും വേണ്ടി എഴുതി വെച്ചു. അതുകൊണ്ട് ഇവിടെ ക്വാളിഫൈഡ് ബികോം പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റ് സെമസ്റ്റർ അപ്പന് സ്ട്രോക്ക് വന്നായിരുന്നു. അതേ തുടർന്ന് അവളുടെ പഠിത്തം മുടങ്ങിയായിരുന്നു. 10 വീട്ടുകാർ ഗർഭിണിയാണ്, അത് അബോർട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഒരു കാരണം കൊണ്ട്. പെൺകുട്ടിയാണെന്നുള്ള ഒരു ആദ്യത്തെ. പിന്നെ അവൾ ആദ്യം വന്നപ്പോൾ എന്നോട് പറഞ്ഞു ചെറുക്കനാണെങ്കിൽ ഒരു പക്ഷേ എന്നെ സ്വീകരിക്കുമായിരിക്കും എന്നൊക്കെ ആദ്യം പറഞ്ഞു. ഇപ്പോൾ ഹസ്ബൻഡ് കഴിഞ്ഞ ദിവസം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസമൊക്കെ ഉണ്ട്, ഒരു സ്വീകരിക്കും എന്നൊക്കെ. പിന്നെ കൊച്ചിനെ കൊടുത്തിട്ട് വരാനാവും പറയുന്നത്. വലിയൊരു തട്ടിപ്പുകാരുടെ രക്ഷപ്പെട്ടു വരിക. അതെ തീർച്ചയായിട്ടും. നമ്മുടെ നാട്ടിൽ പിന്നെ അത് പിടിക്കേണ്ടതല്ലേ. എന്തുമാത്രം ഇവിടെ ലീഗലായിട്ട് ദത്തെടുക്കാൻ തയ്യാറായിട്ടുള്ളവർ എന്തുമാത്രം പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. എല്ലാ രജിസ്ട്രേഷനും കഴിഞ്ഞ് അവർക്ക് കിട്ടാതെ ഇവരിങ്ങനെ ഒരു റിമോട്ട് ഏരിയയിൽ പോയി ഇവർ തന്നെ ഇങ്ങനെ ബിസിനസ് നടത്താൻ പറയുക. കാശ് ഓഫർ ചെയ്തുകൊണ്ട് ഒരു 3 ലക്ഷം ഓഫർ ചെയ്യുമ്പോൾ ഇവർ എത്രയായിരിക്കും വാങ്ങുന്നത്? എനിക്ക് മനസ്സിലായത് ഇവരോട് മലയാളിയുടെ മലയാളിയായിട്ട് തന്നെ മുടിയൊക്കെ ചെയ്യാനെല്ലാം പറഞ്ഞവർ നിർബന്ധിക്കുന്നുണ്ടെന്നാണ്. അതായത് ഇവിടെ കൊണ്ട് അഡ്മിറ്റ് ആക്കുന്ന ഇവർ ആർക്കാണോ അഡോപ്ഷൻ കൊടുക്കാൻ പോകുന്ന അവരുടെ അഡ്രസ്സിലായിരിക്കാം ഇവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നത്. ഇവൾ പറഞ്ഞതിൽ എനിക്ക് അങ്ങനെ തോന്നി. അപ്പം പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടില്ലല്ലോ ബർത്ത് സർട്ടിഫിക്കറ്റിനും ഒന്നിനും. ശിശുക്ഷേമ ഓഫീസേഴ്സൊക്കെ വന്നിരുന്നല്ലേ? ശിശുക്ഷേമ പ്രൊട്ടക്ഷൻ ഓഫീസർ എല്ലാവരും വന്നു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചപ്പോൾ അങ്ങനെ അറിയിച്ചിട്ടുണ്ടോ? ഇന്നലെ പറഞ്ഞായിരുന്നു. DSP വിളിച്ചായിരുന്നു, വയനാട് DSP വിളിച്ചായിരുന്നു. ഇന്നിപ്പോൾ 2 പേരെ അറസ്റ്റ് ചെയ്തെന്ന് കേട്ടു.